ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടാവും. അപ്പോൾ ആദ്യമേ ഞാനതിന് സോറി പറയാണ്. അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനും ഇച്ചായനും ചോട്ടവും കൂടി ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ കനകക്കുന്നുള്ള വൃത്തി 2025 എന്ന പ്രോഗ്രാം കാണാനാണ്. നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. എല്ലാം വേസ്റ്റ് മെറ്റീരിയൽസാണ്. എല്ലാം നമ്മുടെ യൂസ്ഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽസ് യൂസ് ചെയ്തിട്ടാണ് അവർ ഈ ഒരു ഫ്രണ്ടിൽ വെച്ചേക്കുന്ന ഈ വലിയൊരു ഫേസിനെ ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ എൻട്രി ഫീസ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ വേസ്റ്റ് ബാസ്ക്കറ്റ് ചെയ്തേക്കുന്നതും വേസ്റ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ്. അതും നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ പോയത് നിശാഗന്ധിയിലാണ്. ഇന്ന് റീമ കല്ലിങ്കലിൻ്റെ പെർഫോമൻസ് ആണുള്ളത്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് ചെന്നപ്പോൾ വേറൊരു ടീമിൻ്റെ ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടായിരുന്നു റീമ കല്ലിങ്കലിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ റീമ കല്ലിങ്കലിൻ്റെ ഒരു പെർഫോമൻസ് കാണാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. നായിക എന്നായിരുന്നു അവരുടെ പെർഫോമൻസിന് അവരുടെ പേരിട്ടിരുന്നത്. ഇത് പല കാലഘട്ടങ്ങളിലെ പാട്ടുകൾ യൂസ് ചെയ്തിട്ട് ചെയ്ത ഒരു ചെറിയ കൊറിയോഗ്രാഫികൾ, പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. ഇതാ നമ്മുടെ നായിക വന്നിട്ടുണ്ടേ. ചോട്ടു ആണെങ്കിൽ ഒത്തിരി നേരമൊന്നും അവിടെ ഡാൻസ് കാണാൻ സമ്മതിച്ചില്ല. അപ്പോഴത്തേക്കും അലമ്പാവാൻ തുടങ്ങി, ഭയങ്കര അലമ്പാവാൻ തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ ഞങ്ങളങ്ങ് കനകുന്നിലെ എവിടെയെങ്കിലും പോയി ഒന്ന് കുറച്ച് നേരം ഇരിക്കാമെന്നൊക്കെ പറഞ്ഞു വന്നു. അങ്ങനെ ഇപ്പോഴത്തെ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ഒരു അടിപൊളി, അതും ഫുള്ള് വേസ്റ്റ് മെറ്റീരിയൽസ് മാത്രം വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഒത്തിരി മോഡൽസ് അവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വേസ്റ്റ് മെറ്റീരിയൽസൊക്കെ യൂസ് ചെയ്തിട്ട് ഒത്തിരി പേര് ഇതെല്ലാം വന്ന് ഫോട്ടോ എടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇത് നല്ലൊരു ഒക്ടോപ്പസ് ആയിരുന്നു. ചോട്ടുവിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ചോട്ടുവിന് അതിനകത്തോടെ ഇങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. കുറേ നേരം ചോട്ടു അവിടെ തന്നെ കളിച്ചായിരുന്നു. അതിനകത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ നടന്നും അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് കളിച്ചിട്ടാണ് ചോട്ടു പിന്നെ പോയത്. ഈ ഒക്ടോപ്പസ് ആണെങ്കിൽ കംപ്ലീറ്റ് നമ്മുടെ ഫുഡ് പാക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫോയിൽസ് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അതിനകത്താണെങ്കിലും നമ്മൾ എന്താ പറയുക, മയോണൈസൊക്കെ കിട്ടുന്ന ആ ഒരു പാക്ക് ചെയ്യുന്ന ആ സാധനം, ആ ഒരു പ്ലാസ്റ്റിക് വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ചോട്ട് പിന്നെ കരച്ചിലും ബഹളമൊക്കെ ആയപ്പോൾ പിന്നെ ഞങ്ങൾ ബാക്കിയുള്ള അടുത്തേക്കൊന്നും പോയില്ല. പിന്നെ ഞങ്ങൾ തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് എൻട്രൻസിൻ്റെ ബാക്ക് വശമാണ്. അന്ന് ആ ഫേസിൻ്റെ ബാക്കാണിത്. ഫുൾ കംപ്ലീറ്റ് ബോട്ടിൽസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു, അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഈ മുഖത്ത് വെച്ചേക്കുന്നതെല്ലാം ബോട്ടിൽസിൻ്റെ അടിവശമാണ്. പക്ഷെ നമുക്ക് ദൂരത്ത് നോക്കുമ്പോൾ എന്തോ ബട്ടൺസ് വെച്ചേക്കും പോലെയാണ് തോന്നുന്നത്. ഭയങ്കര സൂപ്പറായിരുന്നു. അതാരാണ് ആ വർക്ക് ചെയ്തതെങ്കിലും ആ ടീം സൂപ്പറായി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചോട്ടുവിന് നല്ല ടോയ്സൊക്കെ മേടിച്ച് കൊടുത്തു. അത് കിട്ടിയപ്പോൾ പിന്നെ ചോട്ടു സമാധാനമായി. ആദ്യമേ ഇതങ്ങ് വാങ്ങിച്ചു കൊടുത്തിട്ട് അകത്തോട്ട് കയറിയാൽ മതിയായിരുന്നു. പിന്നെയാണ് ബോധം വന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ കുറച്ച് കമ്മലൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. കമ്മൽ നോക്കാനായിട്ട് പോയി. എനിക്ക് വേണ്ടി കമ്മലൊക്കെ സെലക്ട് ചെയ്ത് തരുന്നത് ചോട്ടുവാണ്. ചോട്ടുവിൻ്റെ ഫോണ് വെച്ച് ആദ്യമേ ഫോട്ടോ എടുത്ത് ഭംഗിയുണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷമാണ് ചോട്ടു ഒരു കമ്മൽ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ ചോട്ടു കമ്മൽ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അപ്പുറത്ത് തൊട്ടപ്പുറത്തായിട്ട് കുറച്ച് ഐസ്ക്രീമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് ചോട്ടുവിനൊരു ഐസ്ക്രീമും മേടിച്ചു കൊടുത്തു. ഞാനൊരു സർബത്തും കഴിച്ചു. ഇച്ചാനൊരു ചായയും കുടിച്ചു. മീട്ടു വെക്കേഷന് പാലക്കാട് പോയേക്കുമായിരുന്നുകൊണ്ട് മീട്ടുവിനെ വിളിച്ചിട്ട് ചെറുതായി ഒന്ന് മൂപ്പിച്ചു വിട്ടു. അപ്പോൾ അത്രയും കൂടി ചെയ്തപ്പോഴത്തേക്കും കുറച്ച് സമാധാനം കിട്ടി. അങ്ങനെ ഞങ്ങളുടെ ഒരു കുഞ്ഞ് ഈവനിങ് ഞങ്ങളിങ്ങനെ
കനകുന്നിലൊക്കെ പോയി എൻജോയ് ചെയ്തു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ബായ്.